ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മുടെ അക്ഷയൻ്റെയും സുസ്മിതയുടെയും കല്യാണമാണ്. അക്ഷയും സുസ്മിതയും എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുട്ടികളെ പോലെ. സുസ്മിത എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അക്ഷയ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ അക്ഷയും സുസ്മിതയും നമ്മുടെ ഹോളിൻ്റെ മുമ്പിലുണ്ട്. സുസ്മിതയുടെ ബ്രദർ അക്ഷയൻ്റെ കാല് കഴുകി നമ്മുടെ തോളിലിട്ട് ഉത്തരീയമെടുത്ത് തുടച്ച് അക്ഷയനെ നിർത്തിയേക്കുകയാണ്. സുസ്മിത അരികിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പം എനിക്ക് ഈ ആങ്ങളെ കാല് കഴുകി തുടയ്ക്കുന്നതെന്ന് കാണുമ്പോൾ എനിക്കൊരു ഭയങ്കരമായ ഒരു ഫീലിംഗ് ആണ്. സ്വന്തം ഉത്തരീയമെടുത്ത് കാല് കഴുകി തുടച്ചാണ് പെങ്ങളെ കല്യാണം കഴിക്കാനുള്ള പയ്യനെ സ്വീകരിക്കുന്നത്. അതൊരു വലിയൊരു ഇതാണ്, മനസ്സിൻ്റെ വലിപ്പം. അപ്പം അക്ഷയനെയും സുസ്മിതയും കല്യാണത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അഷ്ടമംഗല്യ തട്ടുമായിട്ട് അക്ഷയൻ്റെ അമ്മ വരികയാണ്. അക്ഷയൻ്റെ അമ്മയുണ്ട്, ബാക്കി ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അക്ഷയനെ ആനയിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് അക്ഷയൻ്റെ അമ്മയാണ്. പിന്നെ നാരങ്ങ പിടിച്ച എൻ്റെ ഏട്ടത്തിയമ്മയാണ്. അക്ഷയ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടത്തിയമ്മയുടെ ആങ്ങളയുടെ മകനാണ്. അവൻ എൻജിനീയറിങ് കഴിഞ്ഞ് മുതൽ എൻ്റെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനും സുസ്മിത എന്ന് പറഞ്ഞാൽ രണ്ടും എൻ്റെ മക്കളെ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അക്ഷയനെ ആനയിച്ച് ഇങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ്. സ്റ്റേജിൽ ഓൾറെഡി ബ്രാഹ്മൺ ഇരിപ്പുണ്ട് കല്യാണം നടത്താൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ തിരുവല്ല ഭാഗമാണ് എൻ്റേത്. അവിടുന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് ഞാൻ കണ്ടത്. നമുക്ക് തിരുവല്ല ഭാഗത്ത് ഞങ്ങളുടെ കല്യാണത്തിനൊന്നും ബ്രാഹ്മൺസ് ഇല്ല, NSSകാരാണ് കല്യാണം നടത്തുന്നത്. ഇപ്പം ഇവർ സ്റ്റേജിൽ 3 റൗണ്ട് വെച്ചിട്ട് അക്ഷയനെ അവിടെ കൊണ്ട് ഇരുത്തും. കൂടെ താലപ്പൊലി എടുത്ത പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഹൽദിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അക്ഷയും സുസ്മിതയൊക്കെ മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്യുന്നത് കാരണം ആളുകൾ ഒരുപാട് ഡിമാൻഡ് ചെയ്തായിരുന്നു, മലയാളത്തിൽ വേണ്ട, ഞങ്ങൾക്ക് ഹിന്ദി വേണം. അതുകൊണ്ട് ആ വീഡിയോ നമ്മൾ ഹിന്ദിയിലാണ് ചെയ്തത്. അക്ഷയെ കൊണ്ടിരുത്തി ഇനി നമ്മൾ സുസ്മിതയെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഇത് ദൂരെ നിന്നാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ട് വീഡിയോയിൽ ക്ലിയറൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ സുസ്മിതയെ കൊണ്ടുവരാൻ വരുവാണ്. സുസ്മിത ഒരു രാജകുമാരിയെ പോലെ ഒരുങ്ങിയാണ് നിൽക്കുന്നത്. തലയിൽ ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, ചുനിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഇവിടെ ചുനിരിയുടെ ആവശ്യമില്ല, പക്ഷെ അത് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അവൾ ചുനിരിയൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ സുസ്മിതയും കൊണ്ട് പോവുകയാണ് സ്റ്റേജിലേക്ക്. സുസ്മിത വന്നു സ്റ്റേജിൽ. സുസ്മിതയുടെ ചുനിരി താഴെ കിടന്ന് എഴിയുന്നുണ്ട്. സുസ്മിതയെ 3 പ്രദക്ഷിണം വെച്ചിട്ടാണ് അക്ഷയൻ്റെ അടുത്ത് വന്ന് ഇരിക്കാൻ പോകുന്നത്. വെള്ള സാരി ആയതുകൊണ്ടാണ്, ഓഫ് വൈറ്റ് സാരി ആയതുകൊണ്ടാണ് ഓഫ് വൈറ്റ് ചുനിരി ഇട്ടേക്കുന്നത്. സാധാരണ മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ ചുനിരി ഇടുവാണെങ്കിൽ ഗോൾഡൻ കളറോ അല്ലെങ്കിൽ റെഡ് കളറോ ചുനിരിയാണ് ഇടുന്നത്. സുസ്മിതയും അവിടെ കൊണ്ടിരുത്തി. ഇനി 2 പേര് എഴുന്നേറ്റ് നിന്ന് സദസ്സിനെ നമസ്കരിക്കുന്നുണ്ട്. സ്റ്റേജിൽ തിക്കും തിരക്കുമായത് കാരണം ഞാൻ സ്റ്റേജിന്റെ മുന്നിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. പൂജാരി പൂജയൊക്കെ ചെയ്ത് അവർക്ക് 2 പേർക്കും പ്രസാദം കൊടുക്കാൻ പോവുകയാണ്. ആദ്യമേ ആരത്തി കൊടുത്തു. നമ്മളെ സുസ്മിതയുടെ ചുനിരി അഴിച്ചു മാറ്റി.
സുസ്മിത ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഖേഡ് എന്ന് പറയുന്ന രത്നഗിരിക്കടുത്തുള്ള ഖേഡ് എന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ്. അവൾ ബിടെക് എഞ്ചിനീയറാണ്. ഞങ്ങളുടെ അടുത്ത് ക്വാളിറ്റി എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അക്ഷയ് ബിൽഡിംഗ് ആൻഡ് പ്ലാനിങ് എഞ്ചിനീയറാണ്. പൂജാരി രണ്ടാൾക്കും തീർത്ഥവും ചന്ദനവും കൊടുക്കുന്നുണ്ട്. और तीर्थ पीने का रहता है और प्रसाद में चंदन रहता है और चंदन दोनों ने लगाते हैं. പൂജാരി താലി കെട്ടാൻ വേണ്ടി താലിമാല കൊടുക്കാൻ പോവുകയാണ്. ആക്ച്വലി നമ്മൾ തിരുവല്ല ഭാഗത്തൊക്കെ ആണെങ്കിൽ മഞ്ഞ നൂലിലോ അല്ലെങ്കിൽ മന്ത്രകോടിയുടെ നൂലോ 7 നൂല് പിരിച്ചതിലാണ് കെട്ടുന്നത്. പക്ഷെ ഇവരിപ്പം ഇവിടെ ഇത് ആക്ച്വലി മഞ്ചേരിയാണ് അക്ഷയന്റെ നാട്. അപ്പൊ ഇവര് മാലയിൽ ഇങ്ങനെ താലി കോർത്തിട്ടിട്ട് മാലയുടെ ഹുക്കിടുക മാത്രമാണ് ചെയ്യുന്നത്. नहीं तो अपना जो साड़ी रहते शालू उसका 7 धागा, नहीं तो पीला 7 धागा में हल्दी लगाकर वो धागा यूज करते हैं. नहीं तो मंगल शालू का बोलते मंद्रगोड़ी बोलता है शालू को, उसका धागे में मंगलसूत्र बांधते हैं. इधर तो चेन लगा रहे हैं, चेन में ही लगा रहे हैं. അക്ഷയന്റെ വല്യമ്മയുടെ അച്ഛനാണ്, വല്യമ്മയുടെ ഭർത്താവാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. വല്യമ്മയും വല്യമ്മയുടെ ഭർത്താവുമാണ് അടുത്ത് നിൽക്കുന്നത്. അപ്പം താലി കെട്ട് കഴിഞ്ഞു. फ्रिज में जगह नहीं है, मैं स्टेज के सामने से वीडियो निकाल रही. कितना अच्छा क्लैरिटी मिलता है पता नहीं है. ഇനിയും പരസ്പരം മാലയിടാനാണ്ട് അവർ ഇനി നിൽക്കാൻ പോവുകയാണ്. अभी एक दूसरे को फूलों का हार पहनाते हैं. फूलों का हार हो सकते हैं, तुलसी का लीव्स का हार हो सकता है. ये दोनों एक ही साथ लगते हैं. തുളസി മാലയും പൂമാലയും രണ്ടും കൂടെയാണ് ഒന്നിച്ച് കെട്ടി അതാണ് ഇടുന്നത്. ആദ്യം നേത്രോത്പലമാല ചാർത്തിയിട്ടാണ് പൂമാല ഇടുന്നത്. हार पहना दिया है. मुझे शादी देखने के टाइम ऐसा लगता है कि भगवान ने जोड़ी पहले बनाया रखा रहता है, किधर भी हम उनको मिल जाता है. സുസ്മിത അക്ഷയന് മാല ഇട്ട് കഴിഞ്ഞു. അക്ഷയ് सुस्मिता को भी हार पहना दिया है. ഇനിയും സുസ്മിതയുടെ അച്ഛൻ അക്ഷയ് നെറുകയിൽ സിന്ദൂരം ഇട്ട് കൊടുക്കുകയാണ് സുസ്മിതയുടെ. वो एक कस्टम रहते हैं शादी में, लड़की का मांग पे सिंदूर भरते हैं. ഇനിയും സുസ്മിതയുടെ അച്ഛൻ വന്ന് കന്യാദാനം നിർവഹിക്കുന്നുണ്ട്. सुस्मिता का पिताजी आकर सुस्मिता का कन्यादान करेंगे.
सुस्मिता का पिताजी कन्यादान कर रहे हैं लड़के के हाथ में एक खाने का पान रहता है, पान रखकर लड़की का राइट हैंड पकड़ कर देते हैं। കന്യാദാനം अभी നിർവഹിച്ചു. वही हाथ पकड़कर उनका फेरा हो जाता है। और हाँ, एक्चुअली सब जगह 7 फेरा होता है, लेकिन ഫോട്ടോഗ്രാഫറുടെ केरला में തിരക്ക് सिर्फ നമുക്ക് 3 फेरा हो जाता है। 3 ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ല. ഇവര് തീൻ പ്രദക്ഷിണം പേരാവുന്നത്. വെക്കുകയാണ്. അവര് 3 പ്രദക്ഷിണം വെച്ച് വന്നു. മൂന്നാമത്തേതാണ്. മൂന്നാമത്തെ പ്രദക്ഷിണം പൂർത്തിയായി. ഇനിയാണ് പൂജാരിക്ക് ദക്ഷിണ കൊടുക്കുകയാണ്. ഇവർ ഇതുവരെ പുടവ കൊടുത്തിട്ടില്ല. നമ്മളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഇവര് പൂജാരിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് പൂജാരിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടാണ് പുടവ കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി തിരുവല്ലയിലൊക്കെ ആണെങ്കിൽ കന്യാദാനത്തിന് മുമ്പാണ് പുടവ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണേ. മെയിൻ പാർട്ട് ഓഫ് മാരേജ് രണ്ടുപേരെ അനുഗ്രഹിച്ചു. लड़के ने लड़की को दक्षिणा, दूल्हा ने दुल्हन को साड़ी देता है, उसको कुड़ावा बोलता है। तो वो जो साड़ी देता है, സുസ്മിതയ്ക്ക് ഒട്ടും മലയാളം അറിയില്ല. ആരെങ്കിലും उसका पति से ही ചെയ്ത് കൊടുക്കണം. नया कपड़ा ഒരുവിധം മനസ്സിലാവും. लेता है. That is very important. पुजारी बीच में है, मुझे वीडियो निकालने में प्रॉब्लम हो रहा है. अभी पुजारी थोड़ा हटने के बाद आपको पुडवा दे रहा है. साड़ी है, एकदम ब्यूटीफुल साड़ी है. अक्षय ने सुस्मिता के लिए लिया है. तो एक्चुअली कोई भी लड़की दूसरा कोई अनजान आदमी से कपड़ा नहीं लेना चाहिए, ऐसा केरला का रूल है. दोनों को गुलदस्ता दिया है. अभी शादी उनका संपन्न हो गया है. अभी सुस्मिता अपना अक्षय के घर जाने के टाइम अक्षय ने दिएला साड़ी पहनकर ही जाना पड़ता है. मम्मी के घर का साड़ी सब इधर निकाल कर हस्बैंड ने दिएला वो साड़ी पहनकर उनका घर जाता है. सदस्य लोगों को अपना मैरिड लाइफ में सब कुछ मिले, അപ്പം എന്റെ ചിരകാല ആഗ്രഹമായിരുന്നു ഇവരുടെ കല്യാണം. आप लोगों का विशेष भी उनको देना. अभी मैं वीडियो वाइंड अप कर रही है, क्योंकि ये वीडियो देखने के लिए बहुत सारे लोग वेटिंग में है. മദർലി ഫീലിംഗ് ഉണ്ട്. वीडियो वाइंड अप कर रही हूँ, इमीडिएटली लोड कर रही हूँ. शायद वीडियो का क्लैरिटी में कुछ प्रॉब्लम हो गया तो माफ करना, क्योंकि इतना गर्दी में वीडियो निकालना बहुत मुश्किल हो गया. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം.